CCF ദീപ മാഡം പറഞ്ഞിരുന്നു. കാരണം മറ്റേ തണ്ണീർക്കൊമ്പൻ്റെ സാഹചര്യം വന്നപ്പോൾ തന്നെ മറ്റൊരു ആനയും കൂടെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ കോളർ ഉണ്ടെങ്കിൽ ആ സാറ്റലൈറ്റ് സിഗ്നൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒരു ഇമ്മീഡിയറ്റ് പ്രമിസിൽ എവിടെയാണെന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രാക്കിംഗ് ആൻറ്റിനിയും എല്ലാം വേണം. അത് ഇവിടെ വയനാട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂരൊക്കെ പോയി കൊണ്ടുവന്നു. അത് കറക്റ്റ് ടെക്നിക്കലായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് വനം വകുപ്പ് ഒന്നും വെറുതെ ഇരുന്നില്ല. അന്ന് തന്നെ അവർ പത്രസമ്മേളനം നടത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണ്. ആനയുടെ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ്. ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയുന്ന സമയത്ത് കൂടുതൽ ഭയപ്പാടുണ്ടാവുകയാണ്. പണ്ടൊന്നും ഇതിനോടുള്ള വലിയ ഭയപ്പാടുണ്ടായിരുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഞാനും മാധ്യമങ്ങളോടെയാണ് കൂടുതൽ കാലം അറിയുന്നത്, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെയെല്ലാം ഭീതി വിതയ്ക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എവിടെ കണ്ടാലും ഒരു ശാന്തനായ ആനയെ കണ്ടാൽ പോലും ഒരു ഭയപ്പാടുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ നാച്ചുറലായിട്ട് ആളുകൾ ഭയപ്പെട്ടു പോകും. പിന്നെ ഈ പറഞ്ഞ അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ രാപകലില്ലാതെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്ക്, നമ്മുടെ ഇപ്പോൾ മാതൃഭൂമിയിൽ തന്നെ വിഷ്വൽ ഞാൻ നോക്കിയിരുന്നു. ഈ ആനയുടെ അറ്റാക്ക് ചെയ്ത അടുത്ത 30 സെക്കൻഡിനകത്ത് തന്നെ വനംവകുപ്പിൻ്റെ വാഹനം അവിടെ എത്തുന്നു. അവരാണ് വന്നിട്ട് റെസ്ക്യൂ ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് ഇല്ലെന്ന് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനൊന്നും പറ്റില്ല. അവരുടെ ഇനി രണ്ടാമവരുടെ വീട്ടിൽ പോയോ ഇല്ലയോ എന്നുള്ളത് അപ്പുറം ഈ അപകടം പറ്റിയ സമയത്ത് നാട്ടുകാർ എടുത്ത് അവിടെ ആക്ഷൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ സ്റ്റാഫ് എത്തിക്കഴിഞ്ഞു. 7ഓളം സ്റ്റാഫാണ്, യൂണിഫോംഡ് സ്റ്റാഫ്. അവർ പുലർച്ചെ 3:30 തന്നെ, എന്ന് വെച്ചാൽ അവർക്ക് ഉറക്കമില്ലാതെ ആലോചിക്കണം. ഉറക്കം പോലും കളഞ്ഞ് അവരുടെ ജീവനെ പണയം വെച്ചുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ ആളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ വനം വകുപ്പ് ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശ്രീ ഷംസാദ് മരിക്കാർ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുക്കായിരുന്നു. ഞാനത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരായിട്ടൊന്ന് സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ രാത്രിയോ അല്ലെങ്കിൽ തലേദിവസമൊക്കെ അതിൻ്റെ മൊമെൻറ്റ്സ് അറിഞ്ഞിരുന്നെങ്കിൽ അത് പറഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് കിട്ടിയില്ല. എങ്കിലും ഈ പറഞ്ഞ ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അങ്ങ് ചോദിച്ച പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഈ ആനയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വേനലായി തുടങ്ങി കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ ഒരു ആനയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ടുള്ള നേച്ചറാണ്. അതുകൊണ്ടായിരിക്കണം കർണാടകത്തിൽ നിന്ന് പിടിച്ചിട്ട് കാട്ടിലേക്ക് റേഡിയോ കോളർ ചെയ്ത് വിട്ടത്, അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള നേച്ചറിലുള്ള ഒരു ആന അഗ്രസീവ് നേച്ചറിലേക്ക് വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ നമ്മളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ആന ഇങ്ങനെ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നു, അത് മനുഷ്യനെ കാണുന്ന സമയത്ത് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും, അത് ഈ വ്യക്തി ആവണമെന്നില്ല, മനുഷ്യരുടെ ഭാഗത്തു നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ, വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ കാണുമ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വിഷ്വൽസ് ഒന്നുമില്ല, എങ്കിൽ പോലും ഞാൻ വെറുതെ ഊഹിക്കുകയാണ്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റാവാനാണ് സാധ്യത. എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ ഈ ആനയെ കാണുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടത്തോടെ ഈ മരണപ്പെട്ട വ്യക്തി അജീഷും കൂട്ടുകാരെല്ലാം നിൽക്കുന്നു. അപ്പോൾ ആന മുന്നിലുണ്ട്. അപ്പോൾ അത് ശാന്തമായിട്ട് ഒരുപക്ഷെ നടന്ന് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ വരുന്നുണ്ടാവാം. ആ സമയത്ത് ഇവർ അതിനെ ഓടിക്കാനായിട്ട് ചിലപ്പോൾ കൈയൊക്കെ കാണിച്ചിട്ടുണ്ടാവാം. കല്ലെടുത്ത് എറിഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ കൈയൊക്കെ കാണിച്ച് അതിനെ ഓടിക്കാനുള്ള അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ കൂക്കി വിളിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ആനയ്ക്ക് തീർച്ചയായിട്ടും ഇവർ എന്നെ എന്തോ ചെയ്യാൻ വരികയാണെന്നുള്ള രീതിക്ക് ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നു, നേരെ കയറി അറ്റാക്ക് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ അഭിലാഷ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുള്ള കാര്യം. നമ്മുടെ അറിവിൽ ഇതുപോലെ അനേകം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് നമ്മുടെ ആദ്യമായിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ആനകളെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിനോയ് വിശ്വമുള്ള സമയത്താണ് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നത്. അന്ന് ഞാൻ ബിനോയ് വിശ്വത്തോട് പറഞ്ഞിരുന്നു, ഈ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന ആന ഷോക്ക് തട്ടിയിട്ട് അപ്പുറത്ത് പോകുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ അത് സംഭവിച്ചു. ഈ ആനയുടെ ഷോക്ക് തട്ടി ആന കാട്ടിലേക്ക് പോകുന്നു. വേലഞ്ചേരി കോളനിയിലെ ഒരു ആദിവാസി അമ്മ, ഉറങ്ങിക്കിടന്ന അമ്മയെ ആന ചവിട്ടുകയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആന വേദനിച്ചിട്ട് ഓടുന്ന സമയത്ത് ഒരു പട്ടി ആനയ്ക്ക് നേരെ വരികയായിരുന്നു. അപ്പോൾ ആ പട്ടിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആന ഈ കുടിലിലേക്ക് കയറി അവിടെ കിടന്നിരുന്ന അമ്മ മരണപ്പെട്ടു പോകുമായിരുന്നു. എന്ന് വെച്ചാൽ അതങ്ങനെ സംഭവിക്കും. അതുപോലെ മുണ്ടൂർ ചാരായം വാറ്റുന്ന വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആന കൊല്ലുന്നുണ്ടായിരുന്നു. ചാരായം വാറ്റുക എന്നുള്ള കാര്യം പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യമല്ല, ഞാൻ നമ്മുടെ ഒരു ഇൻഫർമേഷനിലൂടെ കിട്ടിയൊരു കാര്യമാണ്. കാരണം ആ വ്യക്തിയെ അവസാനം നാട്ടുകാരെല്ലാം കൂടെ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്രയാക്കുന്ന സമയത്ത് ആന പ്രദേശത്തില്ല. തിരിച്ച് ആ വ്യക്തി എന്നാണോ വരുന്നത്, ഈ ആന വീണ്ടും മുണ്ടൂരിലേക്ക് വരികയായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് കൊട്ടിക്കൊഴിച്ച മറ്റൊരു വാർത്തയായിരുന്നു അത്. എന്ന് വെച്ചാൽ ഈ ആനയെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ ആന ടാർഗറ്റ് ചെയ്യും. ആ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ അറ്റാക്ക് ചെയ്യുന്ന പ്രവണത അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ഈ വ്യക്തി മരണപ്പെട്ട വ്യക്തി അതിനെ അറ്റാക്ക് ചെയ്യുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ മരണപ്പെട്ട വ്യക്തിക്കും അവിടെ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും ഈ ആനയെ മുൻപരിചയമില്ലല്ലോ. അവരുടെ ആ അവസാനത്തെ നിമിഷങ്ങളിലാണ് ആ ആനയെ ആദ്യമായി കണ്ടത്.